എല്ലാവർക്കും എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. യു ആർ വാച്ചിങ് ഡയലോഗ് 360 ബൈ ജിമിജു. കലിയുഗ ജ്യോതിഷൻ കലിപ്പിലാണ്. കുറച്ച് നാളായി വായടപ്പിക്കുന്ന മറുപടിയാണ് വിമർശകർ കൊടുക്കുന്നത്. സന്തോഷ് കുമാർ എന്ന ഈ കലിയുഗ ജ്യോതിഷനെ നിങ്ങളിൽ എല്ലാവർക്കും തന്നെ അറിയാമായിരിക്കും. അറിയാത്തവർക്ക് വേണ്ടി മാത്രം വേണമെങ്കിൽ ഒന്ന് പരിചയപ്പെടുത്താം. കേരളത്തിലെ ഈ ഒരു പ്രവചനത്തോടെയാണ്, ഈ ഒരു ആസ്ഥാന പ്രവചനത്തോടെയാണ് കലിയുഗ ജ്യോതിഷൻ കേരളത്തിൽ പ്രസിദ്ധനായത്. നമുക്കതൊന്ന് കാണാം. ഞാൻ നോക്കിയ ശാസ്ത്രത്തിൽ, ഞാൻ പഠിച്ച ശാസ്ത്രത്തിൽ, എൻ്റെ അറിവിൻ്റെ പരിധിയിൽ നിന്നുകൊണ്ട് നോക്കുന്ന സമയത്ത് 2021 കോൺഗ്രസ് തന്നെ അധികാരത്തിൽ വരും. അത് ഉമ്മൻചാണ്ടിയുടെ നേതൃത്വത്തിൽ കോൺഗ്രസ് ഭരണം വരാനാണ് ചാൻസ് ഉള്ളതായിട്ട് കണ്ടത്. അതുകൊണ്ട് ഞാനത് വ്യക്തമായിട്ട് പറഞ്ഞു. കലിയുഗ ജ്യോതിഷന്റെ ഈ പ്രവചനം കേട്ടല്ലോ. 2021 കേരള നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഉമ്മൻചാണ്ടി മന്ത്രിസഭ അധികാരത്തിലെത്തും എന്നാണ് കലിയുഗ ജ്യോതിഷൻ പ്രവചിച്ചത്. എന്നാൽ 99 സീറ്റ് നേടി പിണറായി മന്ത്രിസഭ അധികാരമേറ്റു. ഈ വീഡിയോ മുഴുവൻ കോമഡിയാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ കണ്ടു നോക്കാവുന്നതാണ്. ഹൈലി റെക്കമെൻഡഡ് ആണ്. അദ്ദേഹത്തിന്റെ ഈ പ്രവചനം തെറ്റിപ്പോയി എന്നല്ല, മറിച്ച് തെറ്റി പണ്ടാരടങ്ങി എന്ന് പറയുന്നതായിരിക്കും ഭേദം. ഇനി ഇത് ഇവിടെ പറയാനുള്ള പ്രത്യേകമായ കാരണം എന്താണെന്ന് ചോദിച്ചാൽ ആ കാരണത്തിലേക്ക് നമുക്ക് വരാം. കലിയുഗ ജ്യോതിഷന്റെ പ്രണാമം. ഇന്നലെ മൊത്തം ട്രാവലിങ്ങിലായിരുന്നു. എനിക്ക് പാലക്കാട് ഓഫീസിൽ ഇന്ന് കൺസൾട്ടിംഗ് ഉള്ള ദിവസമായിരുന്നു. അപ്പോൾ ഇത്രയും സമയം നല്ല തിരക്കായിരുന്നു, കൺസൾട്ടിങ്ങിലായിരുന്നു. ഞാനിപ്പോൾ 5 മണിക്കാണ് ആഹാരം കഴിച്ചത്. നല്ല തിരക്കുള്ള ഒരു സമയമായിരുന്നു. ഒത്തിരി പേര് പ്രതീക്ഷിക്കാതെ വന്നു. രണ്ട് മൂന്ന് ദിവസം കൊണ്ട് ഇവിടെ പാലക്കാട് നല്ല മഴയായിരുന്നു. ഇന്നിവിടെ മഴ ഇല്ലായിരുന്നു. ഇതൊക്കെ ഇവിടെ പറയേണ്ട കാര്യം എന്താണെന്നല്ലേ? പ്രത്യേകിച്ചൊരു കാര്യമില്ല, മറിച്ച് അദ്ദേഹത്തിന്റെ ആ ഭയങ്കരമായ തിരക്ക് നമ്മളെ ഒന്ന് അറിയിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. ഇനി നമുക്ക് പ്രധാനപ്പെട്ട വിഷയത്തിലേക്ക് വരാം. കർണാടകയിൽ മണ്ണിടിച്ചിൽ ദുരന്തത്തിൽ കാണാതായ അർജുന് വേണ്ടിയുള്ള തിരച്ചിലിൽ ഏറെ വിഷമിച്ചിരിക്കുന്ന മലയാളികൾക്ക് ഒരു സഹായ ഹസ്തവുമായിട്ടാണ് ഇപ്രാവശ്യം കലിയുഗ ജ്യോതിഷൻ എത്തിയിരിക്കുന്നത്. അർജുൻ എന്ത് സംഭവിച്ചു? അപ്പോൾ അവരെ എന്നെ വിശ്വസിക്കുന്നവരും എന്നെ ഇഷ്ടപ്പെടുന്നവരും ഒക്കെ പിന്നെ ഇങ്ങനെ ചോദിക്കാറുണ്ട്. അപ്പോൾ എനിക്ക് സ്വാഭാവികമായിട്ട് ട്രാവലിങ്ങിലായതുകൊണ്ട് എനിക്കൊന്നും പറയാൻ പറ്റിയില്ല. അതെന്താണ്, ട്രാവലിങ്ങിലായാൽ സംസാരിക്കാൻ പറ്റില്ലേ? ഇനി പോട്ടെ, അദ്ദേഹം മൗനവ്രതത്തിലായിരിക്കും. നമുക്ക് അദ്ദേഹത്തിന്റെ അർജുൻ സംഭവത്തിൽ അദ്ദേഹത്തിന്റെ തികച്ചും ശാസ്ത്രീയമായ പ്രവചനങ്ങളിലേക്ക് കടക്കാം. വയ്ക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഈ വണ്ടിയിൽ അർജുൻ ഇരിക്കുന്ന സമയത്തായിരിക്കണം ഒരുപക്ഷെ നമ്മുടെ ഇത് വന്നത്. മണ്ണ് ഇടിഞ്ഞു വരണത് കണ്ടുകൊണ്ട് അർജുൻ ഒരുപക്ഷെ രക്ഷപ്പെടുന്ന ഒരു ടെൻഡൻസി, അർജുൻ ആ വണ്ടിയിലിരുന്നാൽ വണ്ടിയെ മൂടും എന്ന് മനസ്സിലാക്കിക്കൊണ്ട് എത്രയും പെട്ടെന്ന് പുറത്തൂടെ വെളിയിലേക്ക് സഞ്ചരിക്കണമെന്ന് അർജുൻ ഒരു വേഗത അല്ലെങ്കിൽ നല്ല സ്മാർട്ടായിട്ടുള്ള ഫാസ്റ്റായിട്ട് ഐക്യു കൂടിയ ഒരു വ്യക്തിയാണ്. സ്വാഭാവികമായിട്ട് എസ്കേപ്പ് ചെയ്യാനെ രക്ഷപ്പെടാൻ ശ്രമിക്കുകയാണ്. അതിൻ്റെ ഭാഗമായിട്ട് അദ്ദേഹം പുറത്ത് ചാടിക്കാണും. അപ്പോഴത്തേക്ക് ആ വണ്ടിയിലേക്ക് മാത്രമല്ല മൊത്തത്തിലേക്ക് മണ്ണ് അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നു കാണും. അപ്പോൾ അത് സ്വാഭാവികമായിട്ട് അർജുൻ മണ്ണിൽ പെട്ടുപോയി കാണും. ആ മണ്ണിൻ്റെ ഇടയിൽ ആണ്, അല്ലാതെ ലോറിക്കകത്തായിരിക്കില്ല അർജുൻ. അതുകൊണ്ട് ഇവിടെ അദ്ദേഹത്തിന്റെ വാക്ക് തന്നെ കടമെടുത്താൽ തികച്ചും ശാസ്ത്രീയമായ കൃത്യമായ പ്രവചനം നടത്തുമ്പോൾ, അങ്ങനെ കൃത്യമായ പ്രവചനത്തിൽ നമ്മൾ പ്രതീക്ഷിക്കുന്നത് എന്താണ്? ഒരു വിഷയത്തിൽ എന്ത്, എവിടെ, എങ്ങനെ, എപ്പോ, ഇതൊക്കെ കൃത്യമായി പ്രവചിക്കും എന്നാണ് നമ്മളൊക്കെ പ്രതീക്ഷിക്കുന്നത്. എന്നാൽ നിങ്ങൾ അദ്ദേഹത്തിന്റെ വാക്കുകളൊന്ന് നോക്കുക. ആദ്യം മുതൽ തന്നെ എടുത്താൽ അർജുൻ ഒരു ധൈര്യമുള്ള ആളാണ്. അദ്ദേഹം ലോറിയിൽ നിന്നും പുറത്തിറങ്ങിയിരിക്കാം, മണ്ണ് വന്ന് വീണേക്കാം, മൊബൈൽ ഫോൺ ലോറിക്കകത്തായി പോയേക്കാം, അദ്ദേഹം വീണേക്കാം. ഇങ്ങനെ തികച്ചും സാങ്കല്പികമായ കുറേ പദങ്ങളാണ് ഇതിലിട്ട് അലക്കുന്നത്. ഒരു പക്ഷേ, ആയിരിക്കാം, ഇങ്ങനെയൊക്കെയാണ് അദ്ദേഹം പറയുന്നത്. ഇങ്ങനെ ഒരു ഉറപ്പുമില്ലാതെ പ്രവചിക്കാൻ ഒരു കലിയുഗ ജ്യോതിഷനൊക്കെ വേണോ? ഇനിയാണ് ഈ പ്രവചനത്തിന്റെ കാതലായ ഭാഗം. നമ്മൾ ശാസ്ത്ര സാങ്കേതിക രംഗത്തെ എല്ലാ സാധ്യതകളും ഉപയോഗിച്ച് ഏറ്റവും ശക്തമായ രീതിയിൽ തിരച്ചിൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ്, അതിനുവേണ്ടി പരിശ്രമിക്കുകയാണ്.
എന്നിട്ടും അതിൻ്റെ ഒരു ഫലപ്രാപ്തിയിലേക്ക് യഥാർത്ഥത്തിൽ എത്തിച്ചേരാത്ത ഒരു വിഷമവൃത്തത്തിലിരിക്കുമ്പോഴാണ് അദ്ദേഹം വളരെ സിമ്പിളായി കാര്യങ്ങൾ അവതരിപ്പിക്കുന്നത്. അദ്ദേഹം പ്രവചനത്തിൻ്റെ കാതലായ ഭാഗത്തേക്ക്, ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗത്തേക്ക് കടക്കുന്നു. നമുക്ക് കാണാം. ഇതിൻ്റെ പ്രവാഹ കേന്ദ്രത്തിൽ നിന്ന് ഈ ലോറിയുടെ ഒരു 20 ചരം അതിനകത്ത് കാണും. അതായത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 2000 സ്ക്വയർ ഫീറ്റ് അങ്ങനെ വരും. 100 സ്ക്വയർ ഫീറ്റിൻ്റെ ഒരു ചതുരം വെച്ച് ഒരു 20 സ്ക്വയർ ഫീറ്റ്, അതായത് 2000 സ്ക്വയർ ഫീറ്റിനുള്ളിൽ തന്നെ അർജുനൻ ഭൂമിക്കടിയിൽ ഉണ്ട്, മണ്ണിനടിയിൽ ഉണ്ട്. അങ്ങനെയാണ് പ്രശ്നവശാൽ കാണുന്നത്. ഇങ്ങനെ തന്നെ മനുഷ്യർക്ക് മനസ്സിലാവുന്ന ഭാഷയിൽ പറയുന്നതല്ലേ നല്ലത്, വല്ല മീറ്ററിലോ സെന്റിമീറ്ററിലോ ഒക്കെ. ഈ ചരം എന്നൊക്കെ പറഞ്ഞാൽ ഇനി ഒരിക്കലും മനസ്സിലാകരുത് എന്ന് വെച്ചിട്ടാണെങ്കിൽ ഓക്കെ. ഇനി പ്രവചനത്തിലേക്ക് വന്നാൽ നമ്മൾ ഇതുവരെ ചെയ്തതും പുഴയിൽ തെരഞ്ഞതും വലിയ മെഷീനുകൾ കൊണ്ടുവന്നതും റഡാറുകൾ കൊണ്ടുവന്നതും നേവി തെരഞ്ഞതും ഒക്കെ വെറുതെ ആയി. അദ്ദേഹം പറഞ്ഞ രീതിയിൽ ചെയ്താൽ മതിയായിരുന്നു. ഈ വീഡിയോ തികച്ചും നിങ്ങളുടെ ഒരു വിലയിരുത്തലിന് വേണ്ടി മാത്രം ചെയ്തതാണ്. ഈ സംഭവത്തിന്റെ ആദ്യഘട്ടത്തിൽ നമ്മളൊക്കെ വേദനയോടെ ഈ സംഭവത്തെ നോക്കിക്കണ്ടിരിക്കുന്ന ആ ഒരു സമയത്ത് ചെയ്യാതെ ഇങ്ങനെ വൈകി ചെയ്യാനുള്ള ഒരു കാരണവും അത് തന്നെയാണ്. ആ സമയത്ത് ഈ വീഡിയോ ചെയ്യുന്നത് തികച്ചും അനുചിതമാണ്. ഇത് ഏതെങ്കിലും തരത്തിലൊരു പ്രത്യേക മറുപടി അർഹിക്കുന്ന വീഡിയോയോ അല്ലെങ്കിൽ മറുപടി കൊടുക്കേണ്ട ആവശ്യകതയൊന്നുമില്ല. ദിസ് ഈസ് ജസ്റ്റ് ഫോർ ആൻ എന്റർടൈൻമെന്റ്, അത്രമാത്രമേ ഉള്ളൂ. അദ്ദേഹത്തിന്റെ കഴിവിൽ അദ്ദേഹത്തിന് പോലും വിശ്വാസമില്ല എന്ന് തെളിയിക്കുന്ന തരത്തിലാണ് ഞാൻ നേരത്തെ പറഞ്ഞ പദപ്രയോഗങ്ങളൊക്കെ അടങ്ങിയ അദ്ദേഹത്തിന്റെ ഒരു ഉറപ്പുമില്ലാത്ത ശാസ്ത്രീയ പ്രവചനങ്ങൾ വന്നിട്ടുള്ളത്. അപ്പോൾ അതിനെ ആ അർത്ഥത്തിൽ മാത്രം കാണേണ്ട ആവശ്യം മാത്രമേ ഉള്ളൂ. ആ അവജ്ഞയോടെ മാത്രം കാണുക എന്ന് മാത്രമാണ് പറയാനുള്ളത്. മറ്റൊരു കിടിലൻ പ്രവചന വീഡിയോയുമായി നമുക്ക് ഉടനെ കാണാം. ബൈ.